പിന്നക്കിൾ അക്കാദമിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. ആ ചാപ്റ്ററിലെ വ്യത്യസ്തങ്ങളായ കുറച്ച് കണക്കുകൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ അടുത്തൊരു കണക്ക് ശ്രദ്ധിക്കാം. എന്താണെന്ന് നോക്കിയ ക്വസ്റ്റ്യൻ a plus ar plus ar square plus etc plus ar raised to n minus 1 equal to a into r raised to n minus 1 divided by r minus 1. ഈ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഫസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേ സെയിം പാറ്റേൺ ഉള്ള സാധനം നിങ്ങൾ പഠിക്കാൻ പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതായത് ജി പി എന്ന ചാപ്റ്റർ, സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിനകത്ത് ജി പിക്ക് അത് പഠിക്കുന്ന സം ഓഫ് എ ജി പി, ഒരു ജി പിയുടെ സമ്മ് കാണുന്ന ഇക്വേഷൻ ആണെന്ത് എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നാച്ചുറൽ നമ്പർ ഇൻവോൾവ് ചെയ്യുന്ന, നാച്ചുറൽ നമ്പർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് അത് ട്രൂ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്, ഫസ്റ്റ് തരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് വിളിക്കുക, ലെറ്റ് പി ഓഫ് എൻ എന്ന് വിളിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, ലെറ്റ് പി ഓഫ് എൻ ഈക്വൽ ടു a plus ar plus ar square plus etc plus ar raised to n minus 1 equal to a into r raised to n minus 1 divided by r minus 1. ഫസ്റ്റ് തരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ എന്തെന്ന് വിളിക്കുക, പി ഓഫ് എൻ എന്ന് വിളിക്കുക. ശേഷം എന്താണ്, പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുക. എങ്ങനെ പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുന്നത്, പി ഓഫ് വൺ എന്ന് എടുക്കുക. ശേഷം ആദ്യം വരുന്ന എലമെന്റ് ഏതാണ് അതങ്ങ് എടുക്കുക. വിൽ ബി ഈക്വൽ ടു ആർ എച്ച് എസിലെ എന്നിന് വരെ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, എ ഇൻറ്റു ആർ റൈസ് ടു 1 മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്ന് വരും. എ ഇൻറ്റു ആർ റൈസ് ടു 1 എന്തായിരിക്കും വരുന്നത്, 6 ആയിരിക്കും വരുന്നത്. ആർ മൈനസ് 1 ഡിവൈഡ് ബൈ എന്തെന്ന് വരും, ആർ മൈനസ് 1. ആർ മൈനസ് 1 ആർ മൈനസ് 1 കട്ട് ചെയ്ത് ബാക്കി എന്ത് കിട്ടും, എ എന്ന് കിട്ടും. ഇവിടെ എന്താണ്, എൽ എച്ച് എസ് എന്തിന് ഈക്വൽ ആണ്, ആർ എച്ച് എസിന് ഈക്വൽ ആണെങ്കിൽ പി ഓഫ് വൺ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പോൾ പി ഓഫ് വൺ ഈസ് ട്രൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തരുന്ന ക്വസ്റ്റ്യനെ പി ഓഫ് എൻ എന്ന് വിളിക്കുന്നു. രണ്ടാമത് പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. മൂന്നാമത് എന്താണ് ചെയ്യുന്നത്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. എന്താണ് ചെയ്യുന്നത്, നമ്മൾ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ. അതായത് പി ഓഫ് കെക്ക് ട്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും, പി ഓഫ് കെക്ക് ട്രൂ അസ്യൂം ചെയ്യുമ്പോൾ പി ഓഫ് കെ ഈക്വൽ ടു വേറെ ഒന്നുമില്ല, നമുക്ക് തരുന്ന പി ഓഫ് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഏതാണോ ആ ഇക്വേഷനകത്ത് എന്നിന് വരെ എന്ത് കൊടുക്കുക, കെ എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ ആയിരിക്കും, എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു എന്നിന് വരെ എന്ത് വരും, കെ വരുമ്പോൾ കെ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ എന്ന് വരും, ആർ മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത്, പി ഓഫ് കെ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ് നമ്മൾ തെളിയിച്ച് കൊടുക്കണം. അപ്പോൾ എന്താണ്, പി ഓഫ് കെ പ്ലസ് 1 വേണം. എന്തായിരിക്കും പി ഓഫ് കെ പ്ലസ് 1 എന്ന് വെച്ചാൽ, പി ഓഫ് കെ പ്ലസ് 1 എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയേക്കുന്ന ഈ ആർ എച്ച് എസിലെ വാല്യൂ കെയിൽ വന്ന് നിൽക്കുകയാണ്. അടുത്ത ടൈം എന്തായിരിക്കണം, കെ പ്ലസ് 1 ആയിരിക്കണം. അപ്പോൾ എങ്ങനെ വരും, എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു കെ മൈനസ് 1 പ്ലസ് അടുത്ത ടേം അതായത് എ ആർ റൈസ് ടു ഇവിടുത്തെ കെക്ക് പകരം അടുത്തൊരു ടേം ആയിട്ട് എന്ത് വരും, കെ പ്ലസ് 1 വരും. കാരണം ഇവിടെ പി ഓഫ് കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വന്ന് നിന്ന് എവിടെ ആയിരുന്നു, എൻഡ് ചെയ്തത് കെയിലായിരുന്നു. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 അപ്പോൾ എവിടെ ഒന്ന് എൻഡ് ചെയ്യണം, കെ പ്ലസ് 1. കെക്ക് ശേഷം കൊടുത്ത അടുത്തൊരു ടേമിനകത്തൊന്ന് എൻഡ് ചെയ്യണം. അപ്പോൾ കെക്ക് വരും എന്ത് വരും, കെ പ്ലസ് 1. അപ്പോൾ എങ്ങനെ ആവും, കെ പ്ലസ് 1. പിന്നെ എന്തുകൊണ്ടൊരു മൈനസ് 1 ഉണ്ട്, കെ പ്ലസ് 1 ഉണ്ട്. പിന്നെ എന്തുകൊണ്ട്, ഒരു മൈനസ് 1 ഉണ്ട്. പിന്നെ അടുത്ത നോക്കിയേ ഇവിടം വരെ, അതായത് എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു കെ മൈനസ് 1 വരെയുള്ള വാല്യൂ ആണ് എന്ത്, എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. ആ വാല്യൂ എങ്ങോട്ട് കൊടുക്കുക, ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. ശേഷമുള്ള എന്തുവാണ്, പ്ലസ് എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1. പ്ലസ് 1 മൈനസ് 1 കട്ടി എന്താവും, എ ഇൻറ്റു ആർ റൈസ് ടു കെ എന്ന് വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പി ഓഫ് കെ ആയിരുന്നപ്പോൾ ഇവിടെ ആർ എച്ച് എസിലെ വാല്യൂ എന്തിലായിരുന്നു, കെയിലായിരുന്നു. ഇനി അത് പി ഓഫ് കെ പ്ലസ് 1 ആകുമ്പോൾ ആർ എച്ച് എസിലെ വാല്യൂ എന്തിലായിരിക്കണം, കെ പ്ലസ് 1 എന്നാൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ട്രൂ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. അങ്ങനെ ട്രൂ ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടം വരെ എഴുതി നോക്കിയാൽ തന്നേക്കുന്ന സാധനം ഒരു ഫ്രാക്ഷൻ ആണ്, ഡിവൈഡ് ബൈ 1 എന്ന് പറയും. ഈ ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ബി ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഇൻറ്റു 1 എന്നാണ് വരുന്നത്. അപ്പം എ ഇൻറ്റു
ആർ റൈസ് ടു കെ മൈനസ് 1 ഇൻറ്റു 1 ആണ് ഇതിൻ്റെ ആവശ്യം. അടുത്ത് എന്ത് വരും? പ്ലസ് എ ആർ റൈസ് ടു കെ ഇൻറ്റു എന്ത് വരും? ആർ മൈനസ് 1 എന്ന് വരും. ഡിവൈഡ് ബൈ ആർ മൈനസ് 1. നമുക്കെന്താ എ ഇൻറ്റു ആർ റൈസ് ടു കെ അടുത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു ആർ റൈസ് എ അടുത്ത് അകത്ത് കൊടുക്കുമ്പോൾ എന്താണ്? എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് എന്ത് വരും? എ പ്ലസ് ഇതിനടുത്ത് അകത്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു ആർ റൈസ് ടു കെ ഇൻറ്റു ആറ് അടുത്ത് കൊടുക്കുമ്പോൾ മൈനസ് എ ആർ റൈസ് ടു കെ എന്ന് വരും. ഡിവൈഡ് ബൈ എന്ത് വരും? ആർ മൈനസ് 1 എന്ന് വരും. അപ്പോൾ എന്താണ് ചെയ്ത്? സ്ഥാനത്തെ ക്രോസ് ചെയ്തു. ശേഷം ഈ എ എന്ന ടൈമിനടുത്ത് നമ്മൾ എന്ത് ചെയ്ത്? ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 പ്ലസ് അടുത്ത എന്തോ എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് അടുത്ത എ ഇൻറ്റു 1 എന്ത് വരും? എ വരും. ശേഷം അടുത്തെന്ന് വെച്ചാൽ എ ഇൻറ്റു ആർ റൈസ് ടു കെ ഇൻറ്റു ആർ എന്ന് വരും. അടുത്ത ടൈം എന്താണ്? എ ഇൻറ്റു ആർ റൈസ് ടു കെ ഇൻറ്റു 1. ഇടയ്ക്ക് സൈൻ എന്തുണ്ട്? മൈനസ് 1 ഉണ്ട്. ഓക്കെ, ഇവിടെ എ ഇൻറ്റു ആർ റൈസ് ടു കെ ഉണ്ട്, ഒരു മൈനസ് എ ഇൻറ്റു ആർ റൈസ് ടു കെ ഉണ്ട്. നമുക്ക് ഇതിന് ആദ്യമേ എഴുതാം. ഈ ടൈമിന് പ്ലസ് ടൈമിന് ആദ്യമേ എഴുതാം. എ ഇൻറ്റു നോക്കിയേ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ. അപ്പോൾ എന്താകും? ഒരു ഇക്വേഷൻ അറിയുന്ന ടൈം ഉണ്ട്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എന്താണ്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇതെന്തായി മാറും? ആർ റൈസ് ടു കെ പ്ലസ് 1 ആയിട്ട് മാറും. ഇനി ബാക്കിയുള്ള എന്താണ്? ഒരു മൈനസ് എ ആണ്. ഡിവൈഡ് ബൈ എന്ത് വരും? ആർ മൈനസ് 1 വരും. നോക്കിയാൽ ഈ രണ്ട് ടൈമിൽ എന്താണ്? എ കോമൺ ആണ്. അപ്പോൾ എ എന്ത് ചെയ്യാം? നമുക്ക് കോമൺ ആയിട്ട് വെളിയെടുക്കാം. അപ്പോൾ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ എന്തെന്ന് വരും? ആർ മൈനസ് 1 എന്ന് വരും. നോക്കിയേ, നമ്മൾ പി ഓഫ് കെ എന്ന് എടുത്തപ്പോൾ ആർ എച്ച് എസിലെ വാല്യൂ എന്താ വന്നത്? കെ എന്നാ വന്നത്? പവർ കെ. അതായത് കെ എന്ന വാല്യൂ ഉള്ള ആ വേരിയബിൾ എടുത്ത് എന്താ വന്നത്? കെ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെടുത്തപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എടുത്തുന്ന ടൈം എന്താണ്? ആർ റൈസ് ടു കെ പ്ലസ് 1 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ ആ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എന്തെന്ന് വിളിക്കുക? ലെറ്റ് പി ഓഫ് എൻ എന്ന് വിളിക്കുക. പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. പി ഓഫ് കെക്ക് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ശേഷം എന്തിന് ട്രൂ ആണെന്ന് തെളിയിക്കുക? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. പി ഓഫ് കെ പ്ലസ് 1 ടേം ട്രൂ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇതിന് ശേഷം അവസാനം സെന്റൻസ് എഴുതിയേക്കണം. ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എൻ. കാരണം ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പർ ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ് നമ്മൾ എന്ത് വെച്ച് സോൾവ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് ട്രൂ ആണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത്. അപ്പം ഇക്വേഷൻ ചെയ്യുമ്പോൾ ആ അവസാനം വരുന്ന സെന്റൻസ് വരെ എന്ത് ചെയ്യുക? എഴുതി നിർത്തുക. എന്നാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ഫുൾ മാർക്ക് നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. നമുക്കിനി അടുത്തൊരു കണക്ക് പരിചയപ്പെടാം. നോക്കിയേ, പി ഓഫ് എൻ ഈക്വൽ ടു 1/2 ഇൻറ്റു 5 പ്ലസ് 1/5 ഇൻറ്റു 8 പ്ലസ് 1/8 ഇൻറ്റു 11 പ്ലസ് എക്സെട്ര പ്ലസ് 1/3n മൈനസ് 1 ഇൻറ്റു 3n പ്ലസ് 2 ഈക്വൽ ടു n/6n പ്ലസ് 4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് വിളിക്കുന്നു? ഫസ്റ്റ് തന്നെ ലെറ്റ് പി ഓഫ് എൻ നമ്മൾ വിളിച്ച് എഴുതണം. ശ്രദ്ധിക്കേണ്ട കാര്യം ലെറ്റ് പി ഓഫ് എൻ എന്ന് വിളിച്ച് എഴുതുക. ഒരു പി ഓഫ് എൻ എന്ന് തന്നേക്കുന്നത് അത് എഴുതേണ്ട ആവശ്യമില്ല. തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക? ലെറ്റ് പി ഓഫ് എൻ എന്ന് വിളിച്ച് തന്നെ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പി ഓഫ് 1 ട്രൂ ആണ് നമ്മൾ തെളിയിക്കുന്നത്. അപ്പോൾ എന്ത് കൊടുക്കുക? പി ഓഫ് 1 എന്ന് എഴുതുക. ശേഷം നമ്മൾ എന്താണ്? ആദ്യത്തെ എലമെന്റ് എടുക്കുക. ആദ്യത്തെ എലമെന്റ് എന്തായിരുന്നത്? 1/2 ഇൻറ്റു 5. അതിനുശേഷം റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്നിന് വരെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 1 പ്ലസ് 4 എന്ന് വരും. 1/2 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 1/10 ആണ്. ഈക്വൽ ടു 1/6 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 6 ആണ്. 6 പ്ലസ് 4 എന്ത് വരും? 1/10 എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ്? എൽ എച്ച് എസ് ആർ എച്ച് എസിന് ഈക്വൽ. അപ്പോൾ എന്ത് വരും? പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 എന്താണെന്ന് പറയാം? ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണ്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ n equal to k. Assume that p of k is true for n equal to k. നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത്? പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം പി ഓഫ് കെ എഴുതുന്നു. എന്തായിരിക്കും പി ഓഫ് കെ വരുന്നത്? പി ഓഫ് കെ ഈക്വൽ ടു എന്ത് വരും? ഇവിടെ എന്താണോ നമ്മൾ n എന്ന് എടുത്താൽ n വരെ എന്ത് കൊടുക്കുക? k കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്നത് 1/2 ഇൻറ്റു 5 പ്ലസ് 1/5 ഇൻറ്റു 8 പ്ലസ് 1/8 ഇൻറ്റു 11 പ്ലസ് എക്സെട്ര പ്ലസ് 1/3k minus 1 into 3k plus 2 equal to k divided by 6k plus 4. അപ്പോൾ എന്താ ഇതാണ് എന്ത് വരുന്നത്? പി ഓഫ് കെ എന്ന് വരുന്നത്. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. എങ്ങനെയാണ്? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. എന്ന് വെച്ചാൽ ഇവിടുത്തെ കെക്ക് പറഞ്ഞ ഏത് ടൈം കൂടെ വരും? കെ പ്ലസ് 1 എന്നൊരു ടൈം കൂടെ വരും. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? 1/2 ഇൻറ്റു 5 പ്ലസ് 1/5 ഇൻറ്റു 8 പ്ലസ് എക്സെട്ര പ്ലസ് 1/3 കെക്ക് വരം 3k മൈനസ് 1 ഇൻറ്റു
3k പ്ലസ് 2. ഇതിന് ശേഷം എന്ത് വരും? കെക്ക് പകരം k പ്ലസ് 1 എന്ന ടേം വരും. അപ്പോൾ എന്ത് വരും? 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു കെക്ക് പകരം k പ്ലസ് 1. അപ്പോൾ കേക്ക് വരും എന്ത് വരുന്നു? k പ്ലസ് 1 വന്നു. ശേഷം സൈൻ എന്ത് വേണം? -1 ആണ്. ഇൻറ്റു ഇവിടെയും കേക്ക് വരും എന്ത് വരും? k പ്ലസ്. അപ്പോൾ 3 ഇൻറ്റു k പ്ലസ് 1 എന്താണ് പിന്നെ? പ്ലസ് 2 ആണ്. ആയല്ലോ. നോക്കിയേ, ഇത്രയും ടേമിൻ്റെ സമ്മാണ് നമ്മൾ മുകളിൽ എഴുതി വെച്ചേക്കുന്നത്. എന്താ? k ഡിവൈഡ് ബൈ 6k പ്ലസ് 4 എന്തായാലും വിൽ ബി ഈക്വൽ ടു k ഡിവൈഡ് ബൈ 6k പ്ലസ് 4 എന്ന് വരും. പ്ലസ് ഇത് എന്ത് കൊടുക്കാം? 1 ഡിവൈഡഡ് ബൈ 3k പ്ലസ് 1. 3 എടുത്ത് അകത്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 3k പ്ലസ് 3 പിന്നെ എന്തുണ്ട്? ഒരു -1 ഉണ്ട്. ഇൻറ്റു അടുത്ത് എന്ത് വരുന്നത്? 3 അടുത്ത് അകത്ത് കൊടുക്കുമ്പോൾ 3k ആവും. പ്ലസ് അടുത്ത 3 ഇൻറ്റു 1 എന്ത് വരും? 3 ആവും. അടുത്ത എന്തുണ്ട്? ഒരു പ്ലസ് 2 ഉണ്ട്. അപ്പോൾ 1/3k പ്ലസ് 3 -1 ഇൻറ്റു 3k പ്ലസ് 3 പ്ലസ് 2 എന്ന് വരും. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് കിട്ടുന്നത്? സ്ഥാനത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തു? പി ഓഫ് 1 എടുത്തു. പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിച്ചു. പിന്നെ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെക്ക് അസ്യൂം ചെയ്തു. അതായത് ഇവിടെ പി ഓഫ് കെ ആയിരുന്നപ്പം ആർ എച്ച് എസ് എന്താണോ ഒന്ന്? കെ ആണോ ഒന്ന്? അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എടുക്കുമ്പോൾ ആർ എച്ച് എസ് എന്ത് വരണം? കെ പ്ലസ് 1 വരണം. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയാൻ നേരത്ത് ഇവിടെ കെ വന്ന് ഇന്നതിന് ശേഷം എന്ത് ടേം വരും? കെ പ്ലസ് 1 എന്നൊരു ടേമും കൂടെ വരും. ആ കെ പ്ലസ് 1 ടേം കൂടെ വന്നു. ശേഷം ആ കെ പ്ലസ് 1 ടേം ആഡ് ചെയ്തു. ഇത്രയും ടേമിൻ്റെ സം എന്ന് പറയുന്ന കെ ഡിവൈഡ് ബൈ 6k പ്ലസ് 4 ആണ്. നമ്മൾ എന്ത് ചെയ്തതിന് പകരം കൊടുത്തു 1/3k പ്ലസ് 3 -1 ഇൻറ്റു 3k പ്ലസ് 3 പ്ലസ് 2 എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ശ്രദ്ധിക്കുന്ന അടുത്ത് നോക്കിയേ k ഡിവൈഡഡ് ബൈ 6k പ്ലസ് 4. k ഡിവൈഡ് ബൈ 6k പ്ലസ് 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഈ 3k പ്ലസ് 3 -1 എന്ന് വെച്ചാൽ 3k പ്ലസ് 2 എന്ന് വരും. ഇൻറ്റു അടുത്ത എന്ത് വരും? 3k പ്ലസ് 5 എന്ന് വരും. അപ്പോൾ ഇതാണ് അത് വരുന്നത്. 3k പ്ലസ് 2 എന്ന് വരും. 3k പ്ലസ് 5 എന്ന് വരും. അടുത്ത ഈക്വൽ ടു k ഡിവൈഡ് ബൈ ഈ രണ്ട് ടൈമിന് എന്തിനെ കോമ എടുക്കാം? ഒരു 2നെ കോമ എടുക്കാം. 2നെ കോമ എടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് വരുന്ന സാധനം എന്താണ്? 3k. ഇവിടെ 2 3k പ്ലസ് 2 എന്ന് വരും. പ്ലസ് 1 ഡിവൈഡ് ബൈ 3k പ്ലസ് 2 ഇൻറ്റു 3k പ്ലസ് 5 എന്ന് വരും. 1 ഡിവൈഡ് ബൈ 3k പ്ലസ് 2 ഇൻറ്റു 3k പ്ലസ് 5 എന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. നോക്കിയേ, രണ്ട് ടേമിൽ എന്ത് കോമൺ ഉണ്ട്? ഒരു 1/3k പ്ലസ് 2 കോമൺ. അതിനെന്ത് നമുക്ക് വെള്ളി എടുക്കാം? 1 ഡിവൈഡ് ബൈ 3k പ്ലസ് 2 നമുക്ക് എന്ത് ചെയ്യാഞ്ഞ് വെള്ളി എടുത്തു. അതിന് ശേഷം ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ഇവിടുന്ന് 1/3k പ്ലസ് 2 കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? k/2 ഉണ്ട്. പ്ലസ് ഇവിടുന്ന് 1/3k പ്ലസ് 2 കഴിഞ്ഞാൽ എന്തുണ്ട്? 1/3k പ്ലസ് 5 ഉണ്ട്. ഇത്രയും ടൈം ഉണ്ടല്ലോ. വിൽ ബി ഈക്വൽ ടു 1/3k പ്ലസ് 2. ഇതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? k ഇൻറ്റു 3k പ്ലസ് 5 പ്ലസ് 2 ഡിവൈഡ് ബൈ എന്ത് വരും? 2 ഇൻറ്റു 3k പ്ലസ് 5 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ശേഷം എന്താണെന്ന് വെച്ചാൽ എന്തൊരു അടുത്തെന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു 1/3k പ്ലസ് 2 ഇൻറ്റു മുകളിൽ എന്താ? ഈ k എടുത്ത് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3k സ്ക്വയർ പ്ലസ് അടുത്ത എന്ത് വരും? 5k പ്ലസ് അടുത്ത എന്തുണ്ട്? ഇവിടെ 2 ഉണ്ട്. ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 2 ഇൻറ്റു 3k പ്ലസ് 5 എന്ന് വരും. അപ്പോൾ ഇതാണ് അതിനകത്ത് വരുന്നതാണ്. നോക്കിയേ, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേം എന്ന് അതായത് ന്യൂമറേറ്റർ കിടക്കുന്ന ടേം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. 3k സ്ക്വയർ പ്ലസ് 5k പ്ലസ് 2 എന്ന് പറയുന്നത്. ആ സാധനം നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറയാം. സോൾവ് ചെയ്യാന്ന് വെച്ചാൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുകയല്ല, ആ കണ്ടുപിടിക്കേണ്ട വേണ്ടി അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് ടേമിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് സം റൂൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രോഡക്റ്റ് സം റൂൾ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രോഡക്റ്റ് സം റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ജനറൽ ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ആണ്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡാണ്. ജനറൽ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി എന്ന് വെച്ചാൽ ax² പ്ലസ് bx പ്ലസ് c ആണ്. അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? കോൺസ്റ്റൻ്റ് ആയിട്ട് c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി സം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ള ബി ആണ് സം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? പ്രോഡക്റ്റ് സം റൂള്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്തായിരിക്കും? ax² പ്ലസ് bx പ്ലസ് c ആണ്. അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ x² കോഎഫിഷ്യൻ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? കോൺസ്റ്റൻ്റ് ഉള്ള c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സം എന്ന് വെച്ചാൽ ബി ആയിരിക്കും. വിത്ത് സൈൻ എന്ത് ചെയ്യണം? എടുത്തേക്കണം. ഇവിടെ പോസിറ്റീവ് ആണ്, നമ്മൾ പോസിറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ പോസിറ്റീവ് അല്ല, എന്തായിരിക്കാം? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തെടുത്തിരിക്കണം? നെഗറ്റീവ് എടുത്തിരിക്കണം. ശ്രദ്ധിച്ചേ, ഇതുപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റിന് എന്തായിരിക്കും വരുന്നത്? പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ x²
അതായത് നമുക്ക് വന്നേക്കുന്ന ആ സെക്കൻഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യൻ 3യും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ 2 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും. സം എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5 കിട്ടും. ഇതിനർത്ഥം വെച്ചാൽ പ്രോഡക്റ്റും സമ്മും നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് സംഖ്യകൾ വേണം നമുക്ക്. അതായത് നമുക്ക് ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് സംഖ്യകൾ കിട്ടുന്ന രണ്ട് സംഖ്യകൾ വേണം. ആ രണ്ട് സംഖ്യ വെച്ചാൽ ഗുണിക്കുമ്പോൾ 6ഉം കിട്ടണം. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കുമ്പോൾ 6 കിട്ടണം, കൂട്ടുമ്പോൾ എന്തും കിട്ടണം? 5ഉം കിട്ടണം. ഏതൊക്കെയായിരിക്കും സംഖ്യ എന്ന് പറയുന്നത്? 2ഉം 3യും. ആ രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടാൻ നേരത്തെ എന്ത് കിട്ടും? 5ഉം കിട്ടും, ഗുണിക്കാൻ നേരത്തെ എന്തും കിട്ടും? 6ഉം കിട്ടും. അപ്പം ആ ടേമിനെ വെച്ച് നമുക്ക് എന്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും? ഇവിടെ തന്നിരിക്കുന്ന ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആവും? 3k² പ്ലസ് 5k സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 3k പ്ലസ് 2k എന്ന് എഴുതാം. പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3k പ്ലസ് 5. അപ്പം ഈ പ്രോഡക്റ്റ് സം റൂൾ എന്ന് പറഞ്ഞാൽ റൂൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഏതിനകത്ത് വേണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്സ് ഇൻഡക്ഷൻ മാത്രമല്ല, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? നമുക്ക് പ്രോഡക്റ്റ് സം റൂൾ ഉപയോഗിക്കാൻ സാധിക്കും. പല ചാപ്റ്റർ നമ്മൾ ഈ പഠിക്കുന്ന മാത്സിൽ പല ചാപ്റ്ററിനകത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡാണെന്ത്? പ്രോഡക്റ്റ് സം റൂൾ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണെന്ത്? പ്രോഡക്റ്റ് സം റൂൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കാം, ശ്രദ്ധിച്ചൊന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് 3k² പ്ലസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ എങ്ങനെ? 3k പ്ലസ് 2k പ്ലസ് 2. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ആയിട്ട് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാൻ വേണ്ടി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതെന്തായി മാറും? 1/3k പ്ലസ് 2 ഇൻറ്റു ഈ രണ്ട് ടൈമിന് എന്തിനെ കോമൺ എടുക്കാം? ഒരു 3k കോമൺ എടുക്കാം. 3k കോമൺ എടുക്കാം. ബ്രാക്കറ്റ് ആണ്. ഇവിടെ 3k പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഒരു k ഉണ്ട്. പ്ലസ് ആണ്, സൈൻ പ്ലസ് ആണ്. ഇവിടെ 3k പോയി കഴിഞ്ഞാൽ എന്തുണ്ട്? ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്. പ്ലസ് ഈ രണ്ട് ടൈമിന് എന്തിനെ കോമൺ എടുക്കാം? 2നെ കോമൺ എടുക്കാം. ഇവിടെ 2 പോയി കഴിഞ്ഞാൽ ബാക്കി k ഉണ്ട്. പ്ലസ് ഇവിടെ 2 പോയി കഴിഞ്ഞാൽ എന്തുണ്ട്? 1 ഉണ്ട്. ഡിവൈഡ് ബൈ താഴെ എന്താണ്? 2 ഇൻറ്റു 3k പ്ലസ് 5 എന്ന് വരും. ഇത്ര ആയില്ലേ? നോക്കിയേ, ഈ രണ്ട് ടേം എന്തിനെ കോമൺ എടുക്കാം? k പ്ലസ് 1 കോമൺ എടുക്കാം. k പ്ലസ് 1 കോമൺ എടുത്തതിന് ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? k പ്ലസ് 1 ഇൻറ്റു ഇപ്പോൾ ഇവിടെ k പ്ലസ് 1 എന്തുണ്ട്? 3k ഉണ്ട്. പ്ലസ് ഇവിടെ ബാക്കി എന്തുണ്ട്? 2 ഉണ്ട്. അപ്പം ഈ രണ്ട് ടൈം എന്തിനെ കോമൺ എടുത്തു? k പ്ലസ് 1 കോമൺ എടുത്ത് ഇവിടെ എന്തുകൊണ്ട്? ബാക്കി എന്താ? 3k ഉള്ളു. ഇടയ്ക്ക് സൈൻ പ്ലസ് ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്. ഡിവൈഡ് ബൈ എന്താണുള്ളത്? 3k പ്ലസ് 2 ഇൻറ്റു എന്തെന്ന് വരും? 2-നടുത്ത് നമുക്ക് ബ്രാക്കറ്റിനകത്ത് കൊടുക്കാം. 2-ന് 6, 3k എന്ത് വരും? 6k എന്ന് വരും. പ്ലസ് 2 ഇൻറ്റു 5 എന്ത് വരും? 10 വരും. അപ്പോൾ ഈ 3k പ്ലസ് 2 ഈ 3k പ്ലസ് 2 എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. നമുക്ക് ടേം വിൽ ബി ഈക്വൽ ടു അടുത്ത് എന്ത് വരും? k പ്ലസ് 1 ഡിവൈഡ് ബൈ എന്ത് വരുന്നത്? 6k പ്ലസ് 10 നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ 6k പ്ലസ് 1 എങ്ങനെ എഴുതാം? ഈ k പ്ലസ് 10 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 6 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 4. പിന്നെ മറ്റേ നമുക്ക് എഴുതാം 6k പ്ലസ് 10 എഴുതാം 6 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 4. അതായത് 6 എഴുതാത്തോടെ എന്താ? 6k ആവും. പ്ലസ് 6 ഇൻറ്റു പ്ലസ് 6 വരും. പ്ലസ് 4 എന്താ? 10 ആണ്. ഇത് തന്നെ കിട്ടുന്നത്. പണ്ടൊക്കെ എന്താണ്? k പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്തായിരുന്നു ഇവിടെ p ഓഫ് k നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഉത്തരം k ഡിവൈഡ് ബൈ 6k പ്ലസ് 4 എന്നാണ്. ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. നേരത്തെ നമ്മൾ p ഓഫ് k നേരത്തെ എന്താ നമുക്ക് കിട്ടിയത്? k ഡിവൈഡ് ബൈ 6k പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇനി എന്തെടുക്കാൻ നേരത്ത്? k പ്ലസ് 1 എടുക്കാൻ നേരത്ത് ആ ടേം ആ kക്ക് വന്നേക്ക് ആ ടേം മാറി എന്തായിട്ട് മാറണം? k പ്ലസ് 1 ആയിട്ട് മാറണം. അതായത് ഇവിടെ ആ kക്ക് വന്നത് ഇവിടെ എന്ന് വെച്ചാൽ n. അപ്പോൾ n വരെ എന്ത് വരണമെന്നാ? k പ്ലസ് 1 വരണമെന്നാണ് നമ്മൾ പറയുന്നത് അനുസരിച്ച്. അപ്പോൾ ഈ n വരെ എന്തായി? k പ്ലസ് 1 ആയി. ഇവിടുത്തെ n വരെ എന്തായി? k പ്ലസ് 1 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്തായിട്ട് നമ്മൾ ചെയ്തു? ഫസ്റ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് p ഓഫ് 1 ട്രൂ ആയി, p ഓഫ് k നമ്മൾ അസ്യൂം ചെയ്തു. അവസാനം എന്തിന് ട്രൂ ആയി കിട്ടി? p ഓഫ് k പ്ലസ് 1 ട്രൂ ആയെങ്കിൽ ആ പറഞ്ഞ ക്വസ്റ്റ്യൻ ആ തന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ശേഷം എന്ത് ചെയ്യുക? അവസാനം എഴുതി വെക്കുക. ദാറ്റ് ഈസ് p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ whenever p of k is true. Hence, by the principle of mathematical induction, p of n is true for all n element of capital N. ഇതെന്ത് ചെയ്യുക? നമ്മൾ എഴുതി വെക്കുക. ഇവിടെ നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ. നമുക്കിനി അടുത്തൊരു കണക്ക് ശ്രദ്ധിക്കാം. നോക്കിയേ, പ്രൂവ് ദാറ്റ് 1 plus 1/1 into 1 plus 1/2 into 1 plus 1/3 into etc. into 1 plus 1/n equal to n plus 1. നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ നിന്ന് ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നേരത്തെ ഇടക്ക് വന്ന സൈൻ പ്ലസ് ആയിരുന്നു. അതായത് 1 plus 2 plus 3 അല്ലെങ്കിൽ 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 അങ്ങനെ വന്നു. ശേഷം ഇവിടെ എന്താ? മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പോൾ നമ്മളവിടെ എന്ത് കൊടുക്കുന്നത്? ഒരു p ഓഫ് k പ്ലസ് 1 ആണ് അതിനകത്ത് പ്ലസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഇവിടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. തരുന്ന രീതി എന്താണെന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ട്രൂ ആണെന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എന്ത് വിളിക്കുക? ലെറ്റ് p ഓഫ് n എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ലെറ്റ് p ഓഫ് n എന്ന് വിളിക്കുക. അപ്പോൾ എന്ത് വരും? ലെറ്റ് p ഓഫ് n ഈക്വൽ ടു 1 plus 1/1 into 1 plus 1/2 into 1 plus 1/3 etc. into 1 plus 1/n equal to n plus 1. അപ്പോൾ നമ്മൾ വിളിച്ച് p ഓഫ് n എന്ന് വിളിച്ചു. ഇനി അടുത്ത എന്താണ്?
പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുക. എങ്ങനെ പി ഓഫ് വൺ ട്രൂ തെളിയിക്കുന്നത്? ആദ്യത്തെ എലമെന്റ് എടുക്കുക. ആദ്യത്തെ എലമെന്റ് എന്താണ്? 1+1/1 ആണ്. ശേഷം എന്തിൽ RHSൽ n വരമാണ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1+1 എന്ന് വരും. 1+1/1 വാല്യൂ എന്താണ്? 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1+1 എന്ത് വരും? 2 എന്ന് വരും. ഇവിടെ എന്ത് വരും? 2. അതായത് LHS എന്തിന് ഈക്വൽ ആണ്? RHS ഈക്വൽ ആണെങ്കിൽ എന്തെന്ന് പറയാം? പി ഓഫ് വൺ ട്രൂ എന്ന് പറയാം. അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? പി ഓഫ് വൺ ഈസ് ട്രൂ. നമ്മൾ അടുത്ത എന്താണ്? പി ഓഫ് കെക്ക് ട്രൂ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു കെ. അസ്യൂം ചെയ്യുന്നത് എന്താണ്? പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു കെ എന്ന് ട്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അടുത്ത നമ്മൾ എന്താണ്? പി ഓഫ് കെ ഈക്വൽ ടു ഇവിടുത്തെ എന്തിനു വരാം? എന്നിന് വരെ എന്താ കൊടുക്കുന്നു? കെ കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 1+1/1 ഇൻറ്റു 1+1/2 ഇൻറ്റു 1+1/3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1+1/k ഈക്വൽ ടു എന്ത് വരും? k+1 എന്ന് വരും. നമ്മൾ അടുത്തത് എന്താണ്? പി ഓഫ് k+1 ട്രൂ ആണ് നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? അതായത് 1+1/1 ഇൻറ്റു 1+1/2 ഇൻറ്റു 1+1/3 ഇൻറ്റു എക്സെട്ര വരും. എന്താണ്? 1+1/k ഇൻറ്റു ശേഷം എന്തും കൂടെ വരും ഒരു ടേമായിട്ട്. കെക്ക് ശേഷം എന്ത് വരും? k+1 ടേം. അതായത് 1+1/k+1. അതാണ് എന്ത്? പി ഓഫ് k+1. ഇത്രയും ടേമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് k+1. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം? ആ ടേം കൊടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെ വരും? ബി ഈക്വൽ ടു എങ്ങനെ വരുന്നത്? k+1 ഇൻറ്റു ഇപ്പോൾ ഇത്ര ടൈം എന്ത് കൊടുത്ത് നമ്മൾ k+1 കൊടുത്ത് അടുത്ത് എന്താണുള്ളത്? 1+1/k+1. ഇവിടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനല്ല കൊടുത്തേക്കുന്നത്. ആ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? k+1 ഇൻറ്റു 1 k+1 എന്ന് വരും. പ്ലസ് ഇത് മൾട്ടിപ്ലൈ എന്ത് വരും? k+1 ഇൻറ്റു 1/k+1 എന്ന് വരും. നോക്കിയേ, ഈ k+1 ഈ k+1 കട്ട് ചെയ്ത് പോകും. ഇവിടെ നോക്കിയേ എന്തുണ്ട്? ഇവിടെ ഒരു k+1 ഉണ്ട്. ശേഷം പ്ലസ് ഇവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കാണും? ഒരു 1 കാണും. കുടുംബം എന്ത് കിട്ടും? k+1+1 എന്ത് വരുന്നത്? k+2 എന്ന് വരും. നോക്കിയേ, നമ്മൾ പി ഓഫ് കെ എന്ന് എടുത്തപ്പോൾ നമുക്ക് എന്താ വന്നത്? k+1 എന്നാണ്. അപ്പോൾ പി ഓഫ് k+1 എവിടെ നിൽക്കണമെന്നാ? k+1. അത് കേക്ക് പാക്കി ഈ കേക്ക് പകരം എന്ത് പറയണം? k+1 പറഞ്ഞു. അപ്പോൾ കേക്ക് വരെ എന്ത് വന്നു? k+1 വന്നില്ലേ? k+1+1 എന്തായി? k+2 എന്ന്. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രൂ ചെയ്യുന്ന കാര്യം പിന്നെയും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് പി ഓഫ് n എന്ന് വിളിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. അസ്യൂം ചെയ്യുന്നു പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന്. ശേഷം എന്ത് ചെയ്യുന്നു? പി ഓഫ് k+1 ട്രൂ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അവസാനം എഴുതാനുള്ള സെൻറ്റൻസ് ഓർത്ത് വെക്കുക. ഒരിക്കലും മറന്നു പോയി ചെയ്യുന്ന സ്റ്റെപ്പിന് രീതികളും ആ അവസാനം എഴുതുന്ന സെൻറ്റൻസുകളും ഒരിക്കലും മറക്കരുത്. ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അവസാന സെൻറ്റൻസ് ആണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് പി ഓഫ് k+1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N. ഇവിടം വരെ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്ന് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ചെയ്ത കണക്കുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ തന്നെ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് അധികമായി എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതിനോടൊപ്പം കാണുന്ന ബെല്ലേക്കും കൂടി എന്ത് ചെയ്യുക? എനാബിൾ ചെയ്യുക. ഈ ചാപ്റ്ററിലെ വ്യത്യസ്തങ്ങളായ അടുത്തൊരു കണക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.